ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജു, ബഹുമാനപ്പെട്ട പീരുമേട് MLA ശ്രീ വാഴൂർ സോമൻ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാരിച്ചൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ KK ജയചന്ദ്രൻ, ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ പ്ലാനിംഗ് ബോർഡ് ഡോക്ടർ KK രാമചന്ദ്രൻ, ഇവിടെ കൂടിയിരിക്ക എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കേരളം 2025 സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് വിവിധ മേഖലയിലെ വിവിധ രംഗത്തിലുള്ള ആൾക്കാർക്ക് ഒത്തിരി അധികം ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാരിനെ കൊണ്ട് സാധിക്കാൻ പറ്റിയിരുന്നു. എത്ര വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ പോലും നല്ല വിജയം നേടിയെടുക്കാൻ സാധിച്ചു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ വിവിധ ജനങ്ങളിൽ നിന്ന് അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കേൾക്കാനും അതുകൊണ്ട് നല്ല നയങ്ങളും തിരുത്തങ്ങളും നമ്മുടെ പുതിയ സ്കീംസും എല്ലാം ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ജില്ലയിലേക്ക് എത്തിച്ചേരുന്നത്. കൂടുതൽ സമയം ഞാൻ സംസാരിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സർക്കാർ 4ാം വാർഷികം മുഖ്യമന്ത്രി ജില്ലാതല യോഗത്തിലേക്ക് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ഏലക്ക മാലയിടും. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കും. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ശ്രീ M. മാണി അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജു അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പീരുമേട് MLA ശ്രീ വാഴൂർ സോമൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാരിച്ചൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ KK ജയചന്ദ്രൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ പ്ലാനിംഗ് ബോർഡ് ഡോക്ടർ KK രാമചന്ദ്രൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും ക്ഷണിതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. അധ്യക്ഷ പ്രസംഗത്തിനായി ആദരണീയനായ കേരളത്തിൻ്റെ ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരെ ക്ഷണിക്കുന്നു. ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനായ ശ്രീ പിണറായി വിജയൻ അവറുകൾ, വേദിയിൽ ഭൂഷിതരായിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകൾ, MLA മാരായ പ്രിയപ്പെട്ട ശ്രീ M. മണി, പ്രിയപ്പെട്ട മണിയാശാൻ, ദേവികുളം MLA ശ്രീ A. രാജ, പീരുമേട് MLA ശ്രീ വാഴൂർ സോമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാരിച്ചൻ നീർനാക്കുന്നേൽ, മുൻ MLA ശ്രീ KK ജയചന്ദ്രൻ, വൈസ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡ് ഡോക്ടർ VK രാമചന്ദ്രൻ, ജില്ലാ കളക്ടർ, ADM, ഏറെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗമാണ് നെടുങ്കണ്ടത്ത് ചേരുന്നത്.
വളരെയേറെ സന്തോഷകരമായൊരു നിമിഷമാണ്. കഴിഞ്ഞ 4 വർഷക്കാലം സംസ്ഥാനത്തിന് പൊതുവേയും നമ്മുടെ ജില്ലയിലും ഒട്ടേറെ വികസന സാധ്യതകൾക്ക് നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളേവരും ഓർക്കുന്നത്. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഭൂപ്രശ്നങ്ങൾ അതിൻ്റെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ നിയമനിർമ്മാണം, കെട്ടിട നിർമ്മാണ നിരോധനം എന്നത് മാത്രമല്ല, അതെല്ലാം നിയമത്തിൻ്റെ വഴിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു. 64 ഭൂപതിവ ഭേദഗതി നിയമത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ്റായി സർക്കാർ മാറുമ്പോൾ ഈ ജില്ലയ്ക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടവും അതുതന്നെയാണ്. അതിൻ്റെ ചട്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കാലതാമസമില്ലാതെ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാധ്യതകളുമെല്ലാം മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കും. ഇതോടൊപ്പം നമ്മുടെ വികസന രംഗത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട റോഡുകൾ BMDC നിലവാരമുള്ള റോഡുകളായി പ്രധാനപ്പെട്ട റോഡുകളെല്ലാം മാറാൻ കഴിഞ്ഞു, മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതര വികസന സാധ്യതകൾക്കും കൂടി വഴിയൊരുക്കുവാൻ സാധിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കലായിരുന്നു. വിദ്യാഭ്യാസ രംഗം എടുത്താലും ആരോഗ്യ മേഖലയിലുമെല്ലാം വലിയ തോതിലുള്ള നേട്ടങ്ങളുണ്ടായി. ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞൊരു ഘട്ടമായി ഈ ഗവൺമെൻറ് കാലഘട്ടം മാറി. കഴിഞ്ഞ 4 വർഷം മാത്രമല്ല, ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 9 വർഷങ്ങൾ പിന്നിടുകയാണ്. കേരളത്തിൽ തുടർ ഗവൺമെൻറ് ഉണ്ടായി. അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമാക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജില്ലയിലും നേട്ടങ്ങളാക്കി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു. മെഡിക്കൽ കോളേജിനെ നല്ല നിലയിൽ പ്രവർത്തന സജ്ജമാക്കാനായിട്ട് സാധിച്ചു. ഏതാണ്ട് 90-ലധികം ഡോക്ടർമാർ, 3ാം ബാച്ചിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏതാണ്ട് 350 കോടി രൂപയുടെ മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ വർഷം മുതൽ BSc നഴ്സിംഗ് ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളതും പ്രത്യേകമായൊരു നേട്ടമായി എടുത്തു കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശുദ്ധജല വിതരണ രംഗത്ത് നമ്മുടെ ജില്ലയിൽ ഡാമുകളിൽ നിന്ന് വെള്ളമെടുത്ത് സസ്റ്റൈനബിളായി വെള്ളം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഫ്ലോട്ടിംഗ് പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു. ഏകദേശം 7-8 മാസങ്ങൾക്കകം അത് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നവർ കൂടി ആയിരക്കണക്കിന് കുടുംബങ്ങളിലാണ് ശുദ്ധജല വിതരണം നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടത്തിയിട്ടുള്ള പൊതുവായിട്ടുള്ള നേട്ടങ്ങളിൽ നമ്മുടെ ജില്ലയിലും വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടു കൂടിയാണ് നമ്മൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെയും ഇത്തരത്തിലുള്ള നവകേരള യാത്ര വന്ന സന്ദർഭത്തിലും അതിന് ഓരോ വിഷയങ്ങൾ പരിഹരിക്കപ്പെടലിന് വേണ്ടി നമ്മൾ വീണ്ടും കൂടിയിരുന്ന് ആലോചിച്ച ഘട്ടങ്ങളിലുമെല്ലാം തുടർന്ന് ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വരവും പോക്കും മാത്രമല്ല, വിഷയങ്ങൾ പരിഹരിച്ചോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി വീണ്ടും നമ്മളോട് സംവദിക്കാൻ ഉതകം വിധം കൂടി എത്തിച്ചേർന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട്. ഈ നാടിൻ്റെ നേട്ടങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നിങ്ങളേവരോടും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ സാന്നിധ്യവും ഈ വരവും നമ്മുടെ ഈ നാടിന് ഒരു പുത്തുണർവ് നൽകും എന്നുള്ളതിൽ സംശയമില്ല. ഏറെ സന്തോഷത്തോടു കൂടി എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനായ ശ്രീ പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാമത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടുള്ള ഇടുക്കി ജില്ലാതല പ്രത്യേക യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ,
2021 അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്റിൻ്റെ 4 വർഷം തികയുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത്. ഇതിൻ്റെ തുടക്കം കാസർഗോഡ് നിന്നാണ് കുറിച്ചത്. ഇപ്പോൾ 4ാമത്തെ ജില്ലയാണിത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2021 മെയ് മാസത്തിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. പക്ഷേ എല്ലാവർക്കും മറ്റൊരു കാര്യവും അറിയാവുന്നതാണ്. 2016 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ അതിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിച്ചത്. ആ രീതിയിൽ നോക്കിയാൽ 9 വർഷമായി. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 9 വർഷ കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതി ജനങ്ങൾ ആഗ്രഹിക്കും വിധം ഉണ്ടായോ എന്ന് വിലയിരുത്തേണ്ട ഘട്ടമാണ്. ഈ വിലയിരുത്തൽ ഈ 9 വർഷ കാലയളവിൽ ഓരോ വർഷവും നടന്നതാണ്. 2017 മുതൽ സർക്കാരിൻ്റെ വാർഷികാഘോഷം എന്നതിലുപരി ആ ഒരു വർഷം അല്ലെങ്കിൽ ആ കാലയളവ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കാനായി എന്ന പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു. അതാണ് അവതരിപ്പിച്ചിരുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്തരമൊരു നടപടി ആദ്യത്തേതായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക ഇറക്കാറുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി എന്ന് ജനങ്ങളുടെ മുൻപാകെ കൃത്യമായി അവതരിപ്പിക്കുന്ന രീതി സാധാരണ സ്വീകരിക്കാറില്ല. ജനങ്ങൾ അറിയേണ്ടതാണ് എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് LDF എത്തിയത്. 2016 തൊട്ട് കേരളത്തിൽ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും 2016 അവസ്ഥ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. 2016 നമ്മുടെ നാടാകെ വല്ലാത്തൊരു നിരാശയിലായിരുന്നു. അതിന് കാരണം സംസ്ഥാനത്താകെയുള്ള ജനങ്ങളുടെ അനുഭവം, അതിൻ്റെ ഭാഗമായി ജനങ്ങളെത്തിയ വിലയിരുത്തൽ, ഇവിടെ ഒരു കാര്യവും നടക്കില്ല, ഈ നാട് ഇങ്ങനെയായിപ്പോയി, ഇതിനൊരു മാറ്റവും ഉണ്ടാകില്ല,
ഇത്തരത്തിലുള്ള ശാപവചനങ്ങളായിരുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നത്. ആ സാഹചര്യം മാറ്റുമെന്നായിരുന്നു LDF നൽകിയ വാഗ്ദാനം. ആ മാറ്റം എത്രത്തോളമായി എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താനുമായി. നേരത്തെ ഉണ്ടായിരുന്ന നിരാശ മാറിപ്പോവുകയും നല്ല പ്രത്യാശയിലേക്ക് ജനങ്ങൾ എത്തുകയും ചെയ്തു. ഇത് വിവിധ മേഖല പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ ആ കാര്യങ്ങളുടെ ആകെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്വാഭാവികമായും പറയാനുണ്ടാവും. അതിനുള്ള സമയം ലഭ്യമാകണം. നമുക്ക് സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് മുൻപ് 1 മണിക്ക് മുൻപ് ഇത് അവസാനിപ്പിക്കുകയും വേണമല്ലോ. അങ്ങനെ വരുമ്പോൾ വളരെ ദീർഘമായി എല്ലാ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സംസാരത്തിലേക്കല്ല ഞാനിപ്പോൾ കടക്കാൻ പോകുന്നത്. ഈ കാലയളവ് നമ്മുടെ നാടിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടന്നൊരു കാലമാണ്. അത് ബോധപൂർവമാണ്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പരാമർശിക്കുന്നത്. നമ്മുടെ നാട് ഈ 9 വർഷം എടുത്താൽ എത്ര കണ്ട് പുരോഗതി നേടാനായി? ചിലരെ സ്ഥാപിക്കാൻ നോക്കുന്നത് നാം വല്ലാത്ത കടക്കണിയിലാണ്, സാമ്പത്തിക വിഷമവൃത്തത്തിലാണ്, നാടിൻ്റെ പുരോഗതിയും നടക്കുന്നില്ല, പദ്ധതികളൊന്നും നടപ്പാവുന്നില്ല, സാമ്പത്തിക പ്രയാസം കാരണം പദ്ധതികളാകെ വെട്ടി ചുരുക്കുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള പ്രചരണങ്ങൾ അതിശക്തമായാണ് നാട്ടിൽ നടത്തുന്നത്. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ സർക്കാരിൻ്റെ കയ്യിൽ വരുന്ന വരുമാനം, അതാണല്ലോ ചെലവുണ്ടത്. അതിലൊന്ന് സർക്കാർ ഉണ്ടാക്കുന്ന തനത് വരുമാനമാണ്. മറ്റൊന്ന് വിവിധ തരത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നൽകേണ്ട പണമാണ്. പിന്നൊന്ന് എടുക്കുന്ന കടമാണ്. ഇതിൽ സാധാരണഗതിയിൽ നാടിൻ്റെ പുരോഗതി വിലയിരുത്തുമ്പോൾ നമ്മുടെ തനത് വരുമാനം അതിൻ്റെ നില എന്താണ് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്.
2016 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം 26%. 26% നിന്നിരുന്ന തനത് വരുമാനം ഇപ്പോൾ 73%. അപ്പോൾ നല്ല പുരോഗതി ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നർത്ഥം. കഴിഞ്ഞ 3 വർഷത്തെ തനത് നികുതി വരുമാനമെടുത്താൽ അതിലും വലിയ വർധനവുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. 3 വർഷം മുൻപ് 47,000 കോടി രൂപയായിരുന്നു. 47,000-ൽ നിന്ന് ഇപ്പോൾ 81,000 കോടിയിലേക്ക് വളർന്നു. 3 വർഷക്കാലയളവിലുണ്ടായ വളർച്ചയാണ്. ആകെ തനത് വരുമാനം ഈ രീതിയിൽ നോക്കിയാൽ 55,000 കോടിയിൽ നിന്ന് 1,04,000 കോടിയായി വർദ്ധിച്ചു. ഇവിടെ കടം സാധാരണഗതിയിൽ ആഭ്യന്തര ഉൽപാദനവുമായി ബന്ധിപ്പിച്ച കണക്ക് പറയാറുണ്ട്. അത് നേരത്തെ 36%. ഇപ്പോൾ 34%. ഇനിയും അത് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. വേറൊരു പ്രശ്നമുള്ളത് കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ് പല ചെലവുകളും നിർവഹിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവമെടുത്താൽ വലിയ ചെലവ് നാം വഹിക്കേണ്ടി വരികയാണ്. സംസ്ഥാനത്തിൻ്റെ പങ്ക് വർദ്ധിക്കുന്നു, കേന്ദ്രത്തിൻ്റെ പങ്ക് കുറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഈ കഴിഞ്ഞ മാർച്ച് 31, ആ സാമ്പത്തിക വർഷം എടുത്താൽ ചെലവിൻ്റെ 70% സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വന്നു. ഈ ഏപ്രിൽ 1 മുതലുള്ള പുതിയ സാമ്പത്തിക വർഷത്തിൽ അത് 75% എന്നാണ് കണക്കാക്കുന്നത്. നമ്മുടെ നാട് ഇത്തരമൊരവസ്ഥ നേരിടുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതേ നിലയല്ല എന്ന് നാം കാണണം. കേന്ദ്രത്തിൻ്റെ വിഹിതം കുറെ കൂടി ഉയർന്നതും സംസ്ഥാനത്തിൻ്റെ വിഹിതം കുറഞ്ഞതുമായ ധാരാളം സംസ്ഥാനങ്ങളെ ഇന്ത്യക്കകത്ത് കാണാൻ കഴിയും. നമുക്ക് ഇത്തരത്തിൽ ചെലവ് വഹിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ടാണ്. 2016 മൊത്തം ആഭ്യന്തര ഉൽപാദനം 5,60,000 കോടി രൂപയായിരുന്നു. 5,60,000 കോടി രൂപയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 13,11,000 കോടി രൂപയിലാണ്. റിസർവ് ബാങ്ക് ആണല്ലോ സാധാരണ ഔദ്യോഗികമായ പല കണക്കുകളും പ്രസിദ്ധീകരിക്കുന്നു. പ്രതിശീർഷ വരുമാനത്തിൻ്റെ ഒരു കണക്കവർ പ്രസിദ്ധീകരിച്ചു. അതിലവർ പറഞ്ഞത്
2016 1,48,000 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോഴത് 2,28,000 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ പുറകോട്ട് പോവുകയല്ല ചെയ്തിട്ടുള്ളത്, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെയാണ് ഉണ്ടായത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നാടിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതിയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ടെങ്കിലും തൽക്കാലം ഞാൻ അതിലേക്ക് വളരെ കൂടുതലായി കടക്കുന്നില്ല. ഇവിടെ ജനങ്ങളാകെ, ഇടുക്കിയിലെ ജനങ്ങളാകെ ഉറ്റുനോക്കുന്നത് നമ്മുടെ ഭൂപ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സാധാരണ നിലക്ക് പരിശോധിച്ചാൽ വലിയ ജില്ലയാണ് ഇടുക്കി. ധാരാളം പ്രത്യേകതകൾ ഭൂപ്രദേശത്തിൻ്റെ മാത്രമല്ല, സവിശേഷമായ കാലാവസ്ഥ കാരണമുണ്ടാകുന്ന ആഘാതങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതെല്ലാം അതീവ ഗൗരവമായി നിലനിൽക്കുന്ന ജില്ലയും കൂടിയാണ്. ജില്ലയുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് എല്ലാ ഘട്ടത്തിലും LDF സർക്കാർ നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ വലിയ പ്രശ്നം ഭൂമി സംബന്ധമായുള്ളത് തന്നെയാണ്. 1960 ഭൂപതിവ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് ഈ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ പുതിയ ഭേദഗതി പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ 2024 ജൂൺ 7 വരെയുള്ള പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കാൻ സാധിക്കും. വലിയ പ്രശ്നമായി നിലനിൽക്കുന്നൊരു കാര്യമാണ്. അപ്പം ക്രമീകരിക്കാൻ കഴിയുമെന്നതാണ് ഈ നിയമഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ നിയമത്തിൻ്റെ കീഴിൽ നിലനിൽക്കുന്ന വിവിധ ചട്ടങ്ങൾ പ്രകാരം ഭൂമി പതിവ് ലഭിച്ചവരുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 1964 കൃഷി ആവശ്യത്തിനുള്ള പതിവ് ചട്ടങ്ങളും 1995 മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ വീടിനും ചെറിയ കടകൾക്കും ഭൂമിയുടെ ഗുണപരമായ ഉപയോഗത്തിനുമുള്ള ചട്ടങ്ങൾ പ്രകാരം ലഭിച്ച ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ ചില വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ നടന്നിട്ടുണ്ട്. അത് ക്രമീകരിക്കുന്ന കാര്യം ഇതിലുൾപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ
നിയമത്തിൻ്റെ കീഴിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഭൂമി പതിച്ചു നൽകിയ ചട്ടങ്ങളുമുണ്ട്. ഇതിൽ തുടക്കം മുതലേ സർക്കാരിന് ഈ കാര്യത്തിൽ കൃത്യമായ സമീപനമുണ്ടായിരുന്നു. നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന മലയോര ജനതയും ജീവിതവൃത്തിക്കായി ഭൂമി തരം മാറ്റി വിനിയോഗിച്ചിട്ടുണ്ട്. അവരുടെ സാധാരണ ചട്ടപ്രകാരം പരിശോധിച്ചാൽ ലംഘനമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ലംഘനം ക്രമീകരിക്കാൻ കഴിയണം. ഇതാണ് സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഈ നിയമ ഭേദഗതി വന്നെങ്കിലും അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോൾ പുതിയ ചട്ടങ്ങളുടെ ഒടുവിൽ ഏതൊക്കെ ചട്ടങ്ങൾക്കാണ് ബാധകമെന്നതിനെക്കുറിച്ച് ഒരു ഷെഡ്യൂളായി ഉൾപ്പെടുത്താമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ഭൂമി ഇനി മറ്റാവശ്യത്തിന് വിനിയോഗിക്കണമെങ്കിൽ അതിന് പുതിയ അനുമതി തേടണം. അപ്പോൾ ആ പുതിയ അനുമതി തേടാൻ കഴിയും എന്നത് ഇതിൻ്റെ ഭാഗമായി വേണമെന്ന് കാണുകയാണ്. അതിനുവേണ്ടി മറ്റൊരു ചട്ടം കൂടി കൊണ്ടുവരാമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഉടമയുടെ താമസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉപജീവനാർത്ഥം നിർമ്മിച്ച കടമുറി അടക്കമുള്ള ചെറിയ കെട്ടിടങ്ങൾ, അത് വീടായാലും ഇത്തരത്തിലുള്ള കടമുറി അടക്കമുള്ള ചെറിയ കെട്ടിടങ്ങളായാലും അത് ക്രമീകരിക്കുന്ന കാര്യത്തിൽ അപേക്ഷ സമർപ്പിക്കുക. അങ്ങനെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്നൊരു നിശ്ചിത പരിധി വെക്കും. ആ നിശ്ചിത പരിധിക്കുള്ളിൽ തീരുമാനമായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ തീരുമാനം ലഭിച്ചതായി കണക്കാക്കി മുന്നോട്ട് പോകാൻ കഴിയും. ഡീംഡ് പെർമിഷനായി കണക്കാക്കുക എന്താണ് ഇതിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനാവശ്യമായ കാലതാമസം ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കാൻ കഴിയും. ധാരാളം പേർക്ക് സമയബന്ധിതമായി തന്നെ ഈ സൗകര്യം ലഭ്യമാകും എന്താണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഈ പട്ടയ ഭൂമിയിൽ നിർമ്മിച്ച സർക്കാർ, അർദ്ധ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ,
സർക്കാർ ധനസഹായത്തോടെയുള്ള മറ്റ് നിർമ്മിതികൾ, ഇങ്ങനെ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയുടെ ക്രമീകരണം ഇതിൻ്റെ കൂടെ വരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ നടപടിക്രമം ലഘൂകരിക്കും വിധം ഏകജാലക സംവിധാനം പോലുള്ളവ ഇതിനായി പരിഗണിക്കുന്നതാണ്. ഇതിനു പുറമെ വിവിധ മതവിശ്വാസങ്ങളുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങൾ, അവയുടെ അനുബന്ധ നിർമ്മിതികൾ, വിവിധ സമുദായ സംഘടനകളുടെ ഓഫീസുകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ, ഭിന്നശേഷി അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുസ്ഥാപനങ്ങൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഭൂമിയിൽ പൊതു ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങളോടൊപ്പമുള്ള നിർമ്മിതികൾ, ഉദാഹരണത്തിന് ബസ് സ്റ്റാൻഡ്, ചന്ത, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഉൾപ്പെടുന്ന ഭൂമിയുടെ ക്രമീകരണം വേഗത്തിലാക്കാൻ വേണ്ടി നടപടികൾ ലഘൂകരിക്കും. വേറൊരു പ്രശ്നം, അനുവദിച്ച് കിട്ടിയ പട്ടയഭൂമി, ആ പട്ടയഭൂമിയുടെ എത്ര അളവാണോ വകമാറ്റി ഉപയോഗിച്ചത് അത്രയും അളവ് ഭൂമി മാത്രമേ ക്രമീകരണം എന്ന വ്യവസ്ഥയിൽ വരുന്നുള്ളൂ. കാരണം മറ്റുള്ളിടത്തൊന്നും വേറെ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉടമസ്ഥന് ആ ഭൂമിയിലെ തന്നെ ബാക്കിയുള്ള ഭാഗം മറ്റൊരാവശ്യത്തിനായി വിനിയോഗിക്കുന്നതിന് പുതിയ ചട്ടങ്ങൾ പ്രകാരം അപേക്ഷ സമർപ്പിക്കാനാവും. പിന്നീടുള്ള വലിയ കെട്ടിടങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള 10,000 ചതുരശ്രടിയൊക്കെയുള്ള കെട്ടിടങ്ങൾ ചിലപ്പോൾ കാണും. അവയുടെ ക്രമീകരണം അതും സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രശ്നമാണ്. അതും പരിശോധിക്കുക തന്നെയാണ്. ഏതാവശ്യത്തിനാണോ തരം മാറ്റം അനുവദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും സ്വീകരിക്കേണ്ടതായി വരും. ഇപ്പോൾ നെൽവയൽ തണ്ണീർത്തട നിയമം ബാധകമാകുന്ന സ്ഥലമാണെങ്കിൽ ആ ഭൂമി ക്രമീകരണത്തിന് ആ നിയമം സ്വാഭാവികമായും ബാധകമാകും. 1960 കേരള ഭൂപതിവ് നിയമം അനുസരിച്ച് പട്ടയം ലഭിച്ച ഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രത്യേക മേഖലകളിലുള്ള ഉയർന്ന നിർമ്മിതികളുണ്ട്. ആ നിർമ്മിതികളിൽ ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിക്കുന്നു എന്നതും ഉറപ്പുവരുത്തും. ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം, ഈ പ്രശ്നത്തിൽ വിവിധ ഘട്ടങ്ങളിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കോടതി വിലക്കുകളുണ്ട്, കോടതിയുടെ ഉത്തരവുകളുണ്ട്. അവയെല്ലാം പരിശോധിച്ച് വേണം തീരുമാനത്തിലേക്ക് കടക്കാൻ. അപ്പം അതിന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടാൻ ചീഫ് സെക്രട്ടറിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ ആ നടപടിക്രമങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി വരികയാണ്. എത്രയും വേഗം ചട്ടങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമാകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതേപോലെ തന്നെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട്. അവയ്ക്കെല്ലാം അനുസൃതമായി നടപടികൾ സ്വീകരിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇവ
നടപ്പിലാക്കാനും കഴിയണം. ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ 2 ചട്ടങ്ങളാണ് പ്രധാനമായും കൊണ്ടുവരേണ്ടത്. ഒന്ന്, വകമാറ്റി ഉപയോഗിച്ചിട്ടുള്ള ഭൂമി ക്രമീകരിക്കുന്നുള്ള ചട്ടം. രണ്ടാമത്തത്, പുതുതായി മറ്റാവശ്യങ്ങൾക്ക് ഭൂമി വിനിയോഗിക്കുന്നതിന് വ്യവസ്ഥകളടങ്ങുന്ന മറ്റൊരു ചട്ടം. ഇപ്പോൾ നിശ്ചിത അളവ് വരെ നേരത്തെ നമ്മൾ കണ്ടത് 1500 മുതൽ 3000 വരെ സ്ക്വയർ ഫീറ്റ് നിർമ്മാണമുള്ള 15 സെൻറ്റ് വരെയുള്ള നിർമ്മാണം. അപ്പോൾ ആ നിർമ്മാണം ഇളവനുവദിക്കൽ അതിന് സാധാരണഗതിയിലുള്ള ഈ വകമാറ്റലിനുള്ള അപേക്ഷാ ഫീസ് അതുമാത്രം ഈടാക്കി ഈ വകമാറ്റൽ അനുവദിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമാണ്. അതോടൊപ്പം 1500 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ചെറിയ തോതിലുള്ള വകമാറ്റലാണെങ്കിൽ അത് സാധാരണഗതിയിൽ അനുവദിക്കപ്പെട്ടതായി കണക്കാക്കും. ഇപ്പോൾ ഡീംഡ് പെർമിഷൻ്റെ പരിധിയിലാണ് അത് വരിക. അതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല. വനത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ഭൂമി ഉണ്ടാവും. ഇപ്പോൾ വനാതിർത്തി പങ്കിടുന്ന ഭൂമിയിൽ പ്രത്യേക നിബന്ധനകൾ ആവശ്യമായിട്ട് വരും. ഭൂപരിഷ്കരണ നിയമം വ്യവസ്ഥ ചെയ്യുന്ന 15 ഏക്കർ വരെ ഭൂമിയുള്ള ഉടമസ്ഥർക്ക് ഈ ചട്ടങ്ങളുടെ ആനുകൂല്യം ലഭിക്കും. എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുമെന്നർത്ഥം. 15 ഏക്കറിന് മേലെയുണ്ടെങ്കിൽ മാത്രമേ മറ്റു പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വ്യവസ്ഥകളനുസരിച്ചുള്ള ഫീസ് ഉണ്ടായിരിക്കും. ആ ഫീസ് അവർ ഈടാക്കും, അതിലെ അപാകതയില്ല. ഇപ്രകാരം നിർമ്മാണം ക്രമീകരിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കുന്നത് ഒഴിവാക്കണം എന്ന വ്യവസ്ഥ ഇതിലുണ്ടാവും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കാൻ പാടില്ല. നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് എന്താണോ അത് കൊടുത്ത് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും നിശ്ചയിക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതും സങ്കീർണമല്ലാത്തതുമായ രീതി പൂർണ്ണമായും സ്വീകരിക്കും. ഇതിനുവേണ്ടി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തും. നിശ്ചിത അളവിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രമേ ക്രമീകരിക്കുകയുള്ളൂ, ബാക്കിയൊന്നും ക്രമീകരിക്കില്ല. അങ്ങനെ ഒരു തെറ്റായ പ്രചരണം ചിലർ നടത്തുന്നതായി അറിയുന്നുണ്ട്. ഇത് ശരിയല്ല. ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതിലുണ്ട്, നിശ്ചിത അളവ് വരെയുള്ളവ ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ടു അതിന് മുകളിലുള്ളവർക്ക് ഉയർന്ന ഫീസ് എന്ന് ചുമത്തിക്കൊണ്ടുമായിരിക്കും കാര്യങ്ങൾ നടപ്പാക്കുക. അപ്പോൾ ക്രമീകരണം എല്ലാവർക്കും വരുമെന്നർത്ഥം. ഉയർന്ന നിർമ്മാണങ്ങൾ ക്രമീകരിക്കുന്ന അവസരത്തിൽ ചില മറ്റ് നടപടികൾ ആവശ്യമുണ്ടോ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ആ വ്യവസ്ഥകളും ഉണ്ടായിരിക്കും. പക്ഷേ ഇത്തരം നിർമ്മാണങ്ങളുടെ ക്രമീകരണം നിലവിലുള്ള കോടതി ഉത്തരവുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ നടപ്പാക്കാനാവൂ. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചിക്കണമെന്ന നിർദ്ദേശം നൽകിയെന്ന് നേരത്തെ പറഞ്ഞത്.
അടുത്തത്, ഏതാവശ്യത്തിനാണോ ഭൂമി വിനിയോഗിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാവും പുതിയ വിനിയോഗത്തിന് വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് പരമാവധി പ്രയോജനം ലഭിക്കത്തക്കവണ്ണമാണ് പുതിയ തരംമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് ലക്ഷ്യമിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ, ചെറിയ വാണിജ്യ സ്ഥാപനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങൾ, ഇവക്കെല്ലാം ഭൂമിയുടെ തുടർ വിനിയോഗം അനുവദിക്കും. മറ്റൊരു കാര്യം, നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ സംരംഭങ്ങൾക്ക് പരിസ്ഥിതി ഘടകങ്ങൾ കൂടി പരിഗണിച്ച് അനുമതി കൊടുക്കും. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, കളിസ്ഥല നിർമ്മാണങ്ങൾ, ഇവയ്ക്കും തരം മാറ്റം അനുവദിക്കും. ഇവിടെ പൊതുവെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം പരിഗണിച്ച് ക്വാറികളുടെ അനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. ഇതിൽ ചിലർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ചട്ടങ്ങൾ വന്നാൽ എന്തോ കൂടുതൽ കർക്കശമായ വ്യവസ്ഥകളാണ് വരിക എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞവയൊക്കെയാണ് ചട്ടങ്ങളിലുണ്ടാവുക. അത് കൂടുതൽ വ്യവസ്ഥ കർക്കശമല്ല. ഉള്ള കാര്യങ്ങളിൽ ഇളവനുവദിക്കുക, ആളുകൾക്ക് എങ്ങനെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നതിനാണ് സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. ഇനി ഇത് അനന്തമായി നീളാൻ പോകുന്നില്ല. ഈ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന ചർച്ചയും തീരുമാനവും ഉണ്ടാകാൻ പോവുകയാണ്. ഇതിപ്പോൾ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ നിങ്ങളുടെ സമയം വല്ലാതെ അപഹരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പറയാനുള്ള അവസരങ്ങൾക്കായി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആമുഖ ഭാഷണം ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയാം. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. അടുത്തത് പുസ്തക പ്രകാശനമാണ്. ഇടുക്കി ജില്ലയുടെ കഴിഞ്ഞ 9 വർഷത്തെ വികസന നേട്ടങ്ങൾ സൂചിപ്പിക്കുന്ന വികസന വഴിയിൽ എൻ്റെ ഇടുക്കി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു. ഇടുക്കിയുടെ ചുമതലയുള്ള ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർക്ക് നൽകിക്കൊണ്ടാണ് പുസ്തകത്തിൻ്റെ ഔദ്യോഗികമായ പ്രകാശനം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്ഷണിതാക്കളുമായുള്ള സംവാദ പരിപാടി ആരംഭിക്കുകയാണ്. ഇതുവരെ പ്രത്യേകിച്ചും ഉദ്ഘാടന സമ്മേളനം വരെ സഹകരിച്ച എല്ലാ മാധ്യമപ്രവർത്തകർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയുള്ളത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ക്ഷണിതാക്കളുമായുള്ള സംവാദ പരിപാടിയാണ് എന്നുകൂടി അറിയിക്കുന്നു.